അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ജീവിത സൗഭാഗ്യം കൊതിക്കുന്നവരാണ് നാം എല്ലാം. അതിനുവേണ്ടി പരമാവധി കഠിനാധ്വാനം ചെയ്യുകയും സമ്പത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും താനൊരു സൗഭാഗ്യകരമായ സന്തുഷ്ടകരമായ ജീവിതത്തിലാണെന്ന് പറയാൻ പറ്റുന്ന എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? സഹോദരങ്ങളെ, നാം തിരിച്ചറിയേണ്ട കാര്യം, അധികാരവും സമ്പത്തും സൗകര്യങ്ങളും സംവിധാനങ്ങളുമാണ് സൗഭാഗ്യത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ ഫിർഔനും ഖാറൂനും അബൂജഹലും ഉത്ബത്തും ഷൈബത്തുമൊക്കെ അത് നേടിയെടുത്തവരായിരുന്നു എന്ന് നാം പറയേണ്ടിയിരിക്കുന്നു. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സഹിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയത്. ധാരാളം പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോയ അവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞത് റളിയല്ലാഹു അൻഹും വറദു അൻ, അല്ലാഹ് അവരെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് സൗഭാഗ്യത്തിൻ്റെ നിദാനമെന്ന് പറയുന്നത്? ജീവിതം നൽകിയ പടച്ചറബ് അതിൻ്റെ പിന്നിൽ എന്താണോ ഉദ്ദേശിച്ചത് ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ സാധിക്കലാണ് ഏറ്റവും പ്രധാനം. മരണത്തിന് ദുനിയാവ് വഴിമാറുമ്പോൾ, ആളുകൾ നമ്മെ ഖബറിലേക്ക് ഇറക്കി വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു പോരുമ്പോൾ ആ ഖബർ സ്വർഗമാകലാണ് സൗഭാഗ്യത്തിൻ്റെ നിദാനം. പാരത്രിക ലോകത്ത് എല്ലാവരും ഒന്നുമില്ലാത്തവരായി ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ സമയം, വിവസ്ത്രരായി, ചെരുപ്പില്ലാത്തവരായി, നഗ്നപാതരായി, അതുപോലെ തന്നെ പരസ്പരം തിരിഞ്ഞു നോക്കാത്തവരായി, ആളുകൾ ചേലാക്രമം ചെയ്യപ്പെടാത്ത നിലക്ക് പുരുഷന്മാർ അവിടെ വരുന്ന ആ ഘട്ടത്തിൽ സ്വർഗക്കാരെ സ്വർഗത്തിൽ പ്രവേശിച്ചു കൊള്ളുക എന്ന വിളി കേൾക്കാനുള്ള ഭാഗ്യം, അതാണ് സൗഭാഗ്യം. ജീവിതത്തിൽ പടച്ചറബ് സുബ്ഹാനഹു വ തആല നൽകിയ ഹ്രസ്വമായ കാലഘട്ടം സന്തോഷത്തോടുകൂടെയും സമാധാനത്തോടുകൂടെയും മാനസിക സംതൃപ്തിയോടെയും മുന്നോട്ട് നീക്കി പാരത്രിക ലോകത്ത് അടിപൊളിയുടെ ആസ്വാദനത്തിൻ്റെ സുരക്ഷിതത്വത്തിൻ്റെ സമാധാനത്തിൻ്റെ കേന്ദ്രമായ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമ്മെ സഹായിക്കുന്ന ആ ഒരു സഹാദത്ത് നമുക്കെങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? മഹാനായ മുഹമ്മദ് അബ്ദുൽ വഹാബ് തൻ്റെ ശിഷ്യന്മാർക്ക് ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് അവർക്ക് വേണ്ടി നടത്തിയ ഒരു പ്രാർത്ഥനയിൽ അദ്ദേഹം സൗഭാഗ്യത്തിൻ്റെ 3 തലക്കെട്ടുകൾ പറയുന്നുണ്ട്. അള്ളാഹു നിങ്ങളെ അതിൽ ചേർക്കട്ടെ എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. എന്താണ് സൗഭാഗ്യത്തിൻ്റെ ഉൻവാനു സആദ? ഒന്നാമത്തത് ഇദാ ഉഅതിയ ശകറ, നിനക്ക് നൽകപ്പെട്ടെങ്കിൽ നീ ശുക്ർ കാണിക്കുക എന്നതാണ്. പലപ്പോഴും കൂടുതൽ നേടാനുള്ള ആർത്തിമൂത്ത് മനുഷ്യന് കൊതിക്കുകയാണ്. മറ്റുള്ളവരിനേക്കാണ് നോട്ടം പതിക്കുന്നത്. തനിക്കെന്താണ് ലഭിച്ചത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം തനിക്കെന്താണ് ലഭിക്കാതെ പോയത് എന്നതിനെക്കുറിച്ചാണ് കൂടുതൽ സമയവും നാം ചിന്തിക്കുന്നത്. തനിക്ക് കിട്ടിയ ഇണ, തനിക്ക് കിട്ടിയ മക്കൾ, തനിക്ക് കിട്ടിയ സമ്പാദ്യം, തനിക്ക് കിട്ടിയ ആരോഗ്യം, തനിക്ക് കിട്ടിയ സൗന്ദര്യം, ഇതിനെക്കുറിച്ച് ഓർക്കുന്നതിന് പകരം തനിക്കതിൽ ഇന്നത് ലഭിക്കുന്നില്ലല്ലോ, ഇന്നത് നേടാൻ പറ്റുന്നില്ലല്ലോ എന്ന ചിന്തയിൽ നിന്ന് നാം മാറണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ അതിനെക്കുറിച്ചുള്ള സംസാരം തന്നെ ശുക്റാണ്. അത്തഹദ്ദുസു ബിനിഅമത്തില്ലാഹി ശുക്റുൻ വതർക്കുഹാ കുഫ്റുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയിട്ടുണ്ടെന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ച് നാവുകൊണ്ടത് ഉച്ചരിച്ച് അള്ളാഹു നൽകിയ നിഅമത്തുകളെ കൊണ്ട് പടച്ച റബ്ബിൻ്റെ പ്രീതി നേടാൻ പറ്റുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൻ്റെ പേരാണ് ശുക്ർ, നന്ദി. വ ഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ ശുക്ർ കാണിക്കുകയാണോ അള്ളാഹു നിങ്ങൾക്ക് ധാരാളമായി വർദ്ധിപ്പിച്ച് നൽകും എന്നാണ്. നമുക്ക് മാനസിക സംതൃപ്തിയും വിഭവങ്ങളിലുള്ള ആധിക്യവും നമ്മുടെ ജീവിത വ്യവഹാരങ്ങളിൽ നമുക്ക് ഖൈറും ബർക്കത്തും നാം ആഗ്രഹിക്കുന്നെങ്കിൽ കിട്ടിയതിന് കണക്കനുസരിച്ച് അതിൽ കൂടുതൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് ശുക്റുള്ളവരായി മാറാൻ നമ്മൾ തയ്യാറായാൽ നാം ഏറ്റവും നല്ല സൗഭാഗ്യവാന്മാരായി മാറും. കിട്ടിയത് അംഗീകരിക്കാതെ പോകുമ്പോൾ അവനാണ് ദരിദ്രൻ. ഒന്നും കിട്ടിയില്ലെങ്കിലും എനിക്ക് ധാരാളം കിട്ടിയെന്ന് വിശ്വസിച്ചാൽ തന്നെ അവൻ ധനാഢ്യനായി മാറും. ധാരാളം കിട്ടിയിട്ടും എനിക്കൊന്നും ലഭിച്ചില്ലല്ലോ എന്ന് വിചാരിക്കും തോറും അവൻ ഫക്കീറായി മാറും എന്ന് നാം അതിൻ്റെ കൂടെ ചേർത്ത് മനസ്സിലാക്കുക. അതുകൊണ്ട് പടച്ച റബ്ബ് നൽകിയിട്ടുണ്ടെന്ന് മനസ്സുകൊണ്ട് അംഗീകരിക്കുമ്പോൾ അത് ശുക്റും ബിൽ ഖൽബാണ്. നാവുകൊണ്ട് പടച്ച റബ്ബിനെ അൽഹംദുലില്ലാഹ് സ്തുതിക്കുമ്പോൾ അത് ശുക്റും ബിൽ ലിസാനാണ്. നമ്മുടെ അവയവങ്ങൾ കൊണ്ട് നാം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് വഴിപ്പെട്ട് ജീവിക്കുമ്പോൾ, കണ്ണും കാതും മനസ്സും ഹൃദയവും ശരീരവും സമ്പത്തും പടച്ച റബ്ബിന് വിനിയോഗിക്കുമ്പോൾ അത് അശ്ശുക്റും ബിൽ ജവാരിഹാണ്. ആ നിലക്ക് ഇദാ ഉഅതിയ ശകറ. രണ്ടാമത്തെ കാര്യം വ ഇദബ്തുലിയ സ്വബറ, പരീക്ഷണങ്ങൾ ജീവിതത്തിലുണ്ടാകും. ആ ഘട്ടത്തിൽ ക്ഷമിക്കാനാവണം.
ഇതെൻ്റെ അവസാനമാണെന്ന് കരുതി ജീവിതം നശിപ്പിക്കുന്ന ആളുകളുണ്ട്. പടച്ചറബ് സുബ്ഹാനഹു വ തആലയെ ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട്. നന്ദികേടിൻ്റെയും അതുപോലെ തന്നെ നിഷേധത്തിൻ്റെയും മാർഗം സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. നാം ഒരിക്കലും അതിൽ പെട്ടുകൂടാ. ഒരു വിശ്വാസിക്ക് എന്തു ബാധിച്ചാലും അവൻ ക്ഷമിക്കും. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുന്നിടത്ത് അവൻ ക്ഷമിക്കും. അള്ളാഹു വിലക്കിയത് തൻ്റെ ജീവിതത്തിൽ വരാതിരിക്കാൻ വേണ്ടി ജാഗ്രത കാണിച്ച് ക്ഷമയോടെ അവൻ മുന്നോട്ട് പോകും. പടച്ചറബ് രോഗം കൊണ്ടോ നഷ്ടം കൊണ്ടോ മറ്റു പലവിധ പരീക്ഷണങ്ങൾ കൊണ്ടോ അവനെ പിടികൂടിയാൽ അവൻ ക്ഷമിക്കും. ഫബശ്ശിരി സാബിരീൻ. അങ്ങനെ ക്ഷമിക്കുന്നവർക്കാണ് പടച്ചറബ് സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുന്നത്. അതുകൊണ്ട് സആദത്തിൻ്റെ സൗഭാഗ്യത്തിൻ്റെ രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ക്ഷമിക്കലാണ്. എല്ലാ രംഗത്തും ക്ഷമിക്കുക. മൂന്നാമത്തത് വഇദാ അദ്നബ ഇസ്തഗ്ഫറ. നിൻ്റെ ജീവിതത്തിൽ വല്ല അബദ്ധങ്ങളും സംഭവിച്ചാൽ നീ പടച്ചറബിലേക്ക് ഖേദിച്ചു മടങ്ങണം, പടച്ചറബിനോട് പശ്ചാത്തപിക്കണം എന്നുള്ളതാണ്. കുല്ലു ബനി ആദമ ഖത്താഊൻ. എല്ലാ ആദം സന്തതികളിലും അബദ്ധങ്ങൾ സംഭവിക്കും. വാക്കോ നോക്കോ ഏതെങ്കിലും ഇടപെടലുകളോ ഇല്ലാതിരിക്കുകയില്ല ഒരിക്കലും. അതുകൊണ്ട് അബദ്ധങ്ങൾ സംഭവിക്കാത്ത മനുഷ്യരില്ല. പ്രവാചകന്മാർ മാത്രമാണ് മഅസൂമിങ്ങളായിട്ടുള്ളത്. അബദ്ധങ്ങൾ സംഭവിച്ചാൽ വലം യുസറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിവുള്ളവരായിക്കൊണ്ട് അവർ തെറ്റിൽ ഉറച്ചു നിൽക്കുകയില്ല. വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം. വല്ല അബദ്ധങ്ങളും സ്വന്തം ജീവിതത്തിൽ സംഭവിച്ചാൽ സ്വർഗം നേടിയെടുക്കുന്ന മുത്തഖികൾ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങുമെന്നാണ്. അതുകൊണ്ട് തെറ്റുകളെ ബോധ്യപ്പെടണം നാം. തെറ്റ് സംഭവിച്ചതിൻ്റെ പേരിൽ അതിയായ ഖേദമുണ്ടാകണം നമുക്ക്. ആ ഖേദത്തിൽ നിന്ന് പടച്ചറബിനോട് ആത്മാർത്ഥമായി നാം പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നാം വാക്ക് കൊടുക്കണം, ഇനി ഒരിക്കലും അതിലേക്ക് മടങ്ങുകയില്ല എന്ന്. മടങ്ങാൻ ഉദ്ദേശമില്ലാതെ മടങ്ങുകയില്ല എന്ന് പറയുന്നത് അള്ളാഹ്ക്ക് മനസ്സിലാകും. മടങ്ങാനും അവസാനിപ്പിക്കാനും ഉദ്ദേശമില്ലാതെ പുറത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നതും അള്ളാഹ്ക്ക് മനസ്സിലാകും. മനസ്സറിയുന്ന പടച്ചറബുമായുള്ള ഒരു ഇടപാടാണ് തൗബ. അതുകൊണ്ട് ആത്മാർത്ഥമായി ഖേദത്തിൽ നിന്നുകൊണ്ട് നാം ഇനി ഒരിക്കലും ആവർത്തിക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് പടച്ചറബ് സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാൻ നമുക്കാവണം. പടപ്പുകളുമായി വല്ല ബന്ധങ്ങളുമുണ്ടെങ്കിൽ അത് നാം പടപ്പുകളുമായി തീർത്ത് അവരുമായി രഞ്ജിപ്പിലെത്തി തൗബ ചെയ്യുക. വഇദാ അദ്നബ ഇസ്തഗ്ഫറ. നിൻ്റെ ജീവിതത്തിൽ വല്ല അബദ്ധങ്ങളും സംഭവിച്ചാൽ നീ ഇസ്തിഗ്ഫാർ നടത്തുക. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. തെറ്റിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്നവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങൾ നമ്മിലുണ്ടെന്ന് നാം ഉറപ്പുവരുത്തുക. പടച്ചറബിന് നന്ദിയുള്ളവരാവുക, ക്ഷമാലുക്കളാവുക, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പടച്ചറബിലേക്ക് മടങ്ങുക. തൗബയുടെ മാസമായി റമദാനിൽ അതിനൊരു നിമിത്തമാകട്ടെ. ബാറക്കല്ലാഹു ഫീക്കും വജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.